വേണ്ടിയിട്ട് ഉഷ മാമിനെ സ്വാഗതം ചെയ്യാണ്. പ്രസിഡന്റാണ്, നമ്മുടെ വുമൻസ് ഫോറത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് മാം. മാഡത്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. മാതൃഭൂമിയും പോത്തി സ്വർണ്ണമകളും സംയുക്തമായി ബെസ്റ്റ് ആക്റ്റീവ് റെസിഡൻസ് അസോസിയേഷനെ തിരഞ്ഞെടുക്കുന്ന മത്സരത്തിൽ ശങ്കർ നഗർ റെസിഡൻസ് അസോസിയേഷനും പങ്കെടുക്കുന്നു. ശങ്കർ നഗർ അസോസിയേഷന്റെ പരിപൂർണ പിന്തുണയോടെ ആണ് ശങ്കർ നഗർ വിമൻസ് ഫോറം പ്രവർത്തിക്കുന്നത്. ശങ്കർ നഗറിലെ പ്രസിഡന്റും സെക്രട്ടറിയും ശങ്കറും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്തു. മാതൃഭൂമിയും പോത്തീസും ഇങ്ങനൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതിൽ അവരോടുള്ള ഞങ്ങളുടെ നിസ്സീമമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഞാൻ ശങ്കർ നഗർ അസോസിയേഷൻ വിമൻസ് ഫോറം പ്രസിഡന്റ് പ്രൊഫസർ KG ഉഷ. ശങ്കർ നഗർ വിമൻസ് ഫോറം നടത്തിയ പരിപാടികളെ പറ്റി ഒരു ലഘു വിവരണം നൽകാൻ ആഗ്രഹിക്കുന്നു. 2023 മാർച്ച് 8 കരമന NSS വനിതാ കോളേജിലെ മലയാള വിഭാഗം മേധാവിയായ പ്രൊഫസർ ചിത്രലേഖ ടീച്ചർ അന്താരാഷ്ട്ര വനിതാ ദിനം ഉദ്ഘാടനം ചെയ്തു. അതേ തുടർന്ന് ശങ്കർ നഗർ വിമൻസ് ഫോറം രൂപീകൃതമായി. പൊതു തെരഞ്ഞെടുപ്പിലൂടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. 133 അംഗങ്ങളും 17 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ സ്ത്രീകളെ മാനസികവും ശാരീരികവും സാമൂഹികവുമായി ശാക്തീകരിക്കുക, സ്ത്രീകൾക്ക് പരമാവധി സന്തോഷം നൽകുക, സ്ത്രീകളുടെ പരസ്പര ഐക്യവും സഹകരണവും നിലനിർത്തുക, സ്ത്രീകളിൽ ഉറങ്ങിക്കിടക്കുന്ന നൈസർഗിക കഴിവുകളെ പുറത്തുകൊണ്ടുവരിക. ഞങ്ങൾ 2023 സെപ്റ്റംബറിൽ പാസ്സായ വനിതാ സംവരണ ഞങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു. ഞങ്ങൾ നടത്തിയ പ്രോഗ്രാമുകളെ പറ്റി ഒരു ലഘു വിവരണം തരികയാണ്. ആദ്യമായി നടത്തിയ മൈൻഡ് ട്രെയിനിങ് പ്രോഗ്രാം മിസ്റ്റർ MS രാജീവ് കുമാർ സാർ, സർട്ടിഫൈഡ് ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനർ, നടത്തിയ മൈൻഡ് ട്രെയിനിങ് പ്രോഗ്രാം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയാണ് നടത്തിയത്. ആക്ടിവിറ്റിയിലൂടെ, ഗെയിംസിലൂടെ കുട്ടികളുടെ കഴിവുകൾ പുറത്തുകൊണ്ടു. അദ്ദേഹം മനസ്സിനെ പരിശീലിപ്പിച്ച് ശീലങ്ങൾ നൽകി നിരീക്ഷണ പാഠവും ആത്മവിശ്വാസവും വളർത്തി കുട്ടികളെ സമൂഹത്തിലെ നല്ല ഉത്തമ പൗരന്മാരായി മാറ്റാൻ അദ്ദേഹത്തിന്റെ മൈൻഡ് ട്രെയിനിങ് പ്രോഗ്രാം വളരെയധികം സഹായിച്ചു. ഞങ്ങൾ മുതിർന്നവർക്കും പ്രയോജനപ്പെട്ടു. ശങ്കർ നഗർ വിമൻസ് ഫോറം ഫോം ചെയ്തതിനു ശേഷം ആദ്യത്തെ ട്രിപ്പ് മാജിക് പ്ലാനറ്റിലേക്കായിരുന്നു. ഭിന്നമേഖലയിലെ കുട്ടികൾക്കും കുടുംബത്തിനും ഉന്നമനത്തിനു വേണ്ടി പരിശ്രമിക്കുന്ന മനുഷ്യസ്നേഹിയായ മജിഷ്യൻ ഗോപിനാഥ് മുദ്ഗാഡ് സാർ സ്ഥാപിച്ചതാണ് മാജിക് പ്ലാനറ്റ്. അവിടുത്തെ പല പരിപാടികളും ഞങ്ങളെ ആകർഷിച്ചെങ്കിലും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഡാൻസും പാട്ടും നൃത്തവും മാജിക്കും ഞങ്ങളുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചു. ഹൃദയസ്പർശിയായിരുന്നു. ഞങ്ങളിൽ പലരും മാജിക് പ്ലാനറ്റിന് വേണ്ടി, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന സംഭാവന ചെയ്തു. അടുത്ത സൈക്കോളജിക്കോ സഞ്ജീവനി സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ ജോയിന്റ് ഡയറക്ടറും കരമന NS കോളേജ് മുൻ പ്രിൻസിപ്പലും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും TA ട്രെയിനറുമായ ഡോക്ടർ MD അജിത ഭായി ജീവിതം എങ്ങനെ സന്തോഷപ്രദമാക്കാം എന്ന് TA ട്രാൻസ്ജെൻഡർ അനാലിസിസിലൂടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തി.
ജീവിതത്തിലെ സ്ട്രെസ്, സ്ട്രെയിൻ, ഈഗോ, ആങ്കർ ഇവയെല്ലാം ഉപേക്ഷിച്ച് ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ എങ്ങനെ സാഹചര്യം നേരിടാം എന്ന് അജിത ഭാവി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നല്ല സൗഹൃദം എങ്ങനെ നിലനിർത്താമെന്നും മാരത്തിൻ്റെ ടോക്കിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കി. ഡീനർ ഫുഡ് ഫെസ്റ്റ് ശങ്കർ നഗർ വിമൻസ് ഫോറത്തിലെ വനിതകൾ കൈപുണ്യം തെളിയിക്കുന്ന 14 സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. ധാരാളം ഭക്ഷ്യ വിഭവങ്ങൾ, വെറൈറ്റി എല്ലാം ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. വനിതകൾക്ക് ബിസിനസ്സിലുള്ള ആശയം വർദ്ധിപ്പിക്കാനും ഈ ഡിന്നർ ഫുഡ് ഫെസ്റ്റ് സഹായിക്കും. ഇത് ശങ്കർ നഗർ നിവാസികൾക്ക് മനസ്സിനും വായിക്കും രുചി നൽകും. അടുത്തത് മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പിയുടെ മേധാവിയായിരുന്ന രാമകൃഷ്ണൻ സാർ സ്ത്രീകൾക്ക് വേണ്ടി സന്ധിവീക്കം, സന്ധിരോഗങ്ങൾ, അസ്ഥിരോഗങ്ങൾ എന്നിവയ്ക്ക് പ്രതിവിധിയായി വിജ്ഞാനപ്രദമായ ക്ലാസ് എടുക്കും. തേയ്മാനം മൂലം മുട്ടിനും പുറത്തിലുണ്ടാകുന്ന വേദന മാറ്റാൻ അദ്ദേഹം എക്സസൈസുകൾ കാണിച്ചു തന്നു. കൂടാതെ സ്ത്രീകൾക്ക് ജനിതക വൈകല്യങ്ങൾ മൂലവും പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഓർത്തോ സംബന്ധമായ രോഗങ്ങൾ എങ്ങനെ മാറ്റാമെന്ന് വളരെ ഹൃദ്യമായി അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ക്ലാസ് നമ്മളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തന്നു. വളരെ വിജ്ഞാനപ്രദമായിരുന്നു. ഓണം സെലിബ്രേഷൻ ശങ്കർ നഗറും അസോസിയേഷനും വിമൻസ് ഫോറവും ചേർന്ന് ഓണാഘോഷം അടിപൊളിയായി ആഘോഷിച്ചു. ഓണക്കളികളും ഓണപ്പൂക്കളും തിരുവാതിര കളിയും ഓണം ക്വിസും എല്ലാം കൊണ്ടും ഓണാഘോഷം വളരെ ഗംഭീരമായി. ഗൃഹാതിരത്തുനിന്ന് ധാരാളം ഓർമ്മകൾ സമ്മാനിച്ചു. വിഴിഞ്ഞം കമ്മ്യൂണിറ്റി സെന്ററിലെ അസിസ്റ്റന്റ് ഡെന്റൽ സർജനായ കീർത്തി ചന്ദ് ദന്തപരിചരണത്തെ പറ്റിയും വദന രോഗത്തിനെ പറ്റിയും ഒരവബോധം നൽകി. ദന്തപരിചരണത്തിന് വിശദമായ കാര്യങ്ങൾ നൽകി. ദന്തപരിചരണത്തിലൂടെ വായിലെ ക്യാൻസർ ഉൾപ്പെടെയുള്ള പല രോഗങ്ങളും വരാതിരിക്കാൻ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞു. ദന്ത രോഗങ്ങൾക്ക് ലേസർ പോലുള്ള പുതിയ ട്രീറ്റ്മെന്റിനെ പറ്റിയും കീർത്തി നമ്മളെ ബോധവതികളാക്കി. വളരെ വിജ്ഞാനപ്രദമായിരുന്നു കീർത്തിയുടെ ടോക്ക്. ഞങ്ങളുടെ ശങ്കർ നഗറിൽ തന്നെയുള്ള ഒരു ഡോക്ടറാണ് കീർത്തി. മഹിളാമേള ശങ്കർ നഗർ വിമൻസ് ഫോറത്തിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. എംപവറിംഗ് സൊസൈറ്റി ത്രൂ എംപവറിംഗ് വിമൻ, അതായിരുന്നു ഞങ്ങളുടെ മോട്ടോ. തിരുവനന്തപുരത്തിന്റെ നാനാഭാഗത്തുമുള്ള 48 ലേഡീസ്, 48 വനിതാ സംരംഭകർ അവർ നിർമ്മിച്ച സാധനങ്ങൾ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നു. അവരുടെ സാധനങ്ങൾ പ്രദർശിപ്പിക്കാനും വിപണനം ചെയ്യാനും ഒരു മേളയായി മാറി. 3 മാസത്തെ കഠിനമായ പരിശ്രമത്തിൻ്റെയും മുന്നൊരുക്കങ്ങളുടെയും ഫലമായിട്ടാണ് നാം മഹിളാമേള സംഘടിപ്പിച്ചത്. മഹിളാമേള ഉദ്ഘാടനം ചെയ്തത് ആശാനാഥ്, പാപ്പനങ്കോട് വാർഡ് കൗൺസിലറാണ്. നിയമം സോണൽ ഓഫീസർ രാജീവ്, അസിസ്റ്റന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത തമ്പി ക്ഷണിതാക്കളായി. ആകെ 48 സ്റ്റാളുകൾ ഉള്ളതിൽ വനിതാ സംരംഭകരുടെ സ്റ്റാളുകൾ, ഭക്ഷണം വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ഉണ്ടാക്കിയ ഫുഡ് കോർട്ട്, 6 ആക്ടിവിറ്റി സ്റ്റാളുകൾ എന്നിവയുണ്ടായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും സന്തോഷം നൽകാൻ വേണ്ടി ഫ്രീ മെഹന്തി കൗണ്ടർ, ഫ്രീ സെൽഫി കൗണ്ടർ, കരോക്കെ ഗാനമേള, കുട്ടികളുടെ ഗെയിംസ്, അതുപോലെ ബുക്ക് എക്സ്ചേഞ്ച് കൗണ്ടർ ഇവയൊക്കെ ഉണ്ടായിരുന്നു. ആധ്യാത്മിക രചന നൽകുന്ന ആർട്ട് ലിവിങ്ങിൻ്റെയും സഞ്ജീവനിയുടെയും ബ്രഹ്മകുമാരിയുടെയും ഒക്കെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. വനിതകൾ നല്ല സംരംഭകരാണെന്ന് മഹിളാമേള തെളിയിച്ചു. വനിതകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഉത്തേജനം നൽകി എന്ന് തന്നെ പറയാം.
ആവിഷ്കാര മികവ് കൊണ്ടും സംഘാടക മികവ് കൊണ്ടും സാമ്പത്തിക അച്ചടക്കം കൊണ്ടും മഹിളാമേള ഒരു ഉജ്ജ്വല വിജയമായി മാറി. തിരുവനന്തപുരത്തിലെ കേരളത്തിലെ തന്നെ പലരും ഈ മഹിളാമേളയെ പ്രശംസിച്ച് സംസാരിക്കുകയും പേപ്പറിൽ എഴുതുകയും ചെയ്തു. അങ്ങനെ ശങ്കർ നഗർ വിമൻസ് ഫോറത്തിന്റെ ഒരു പ്രസ്റ്റീജിയസ് പരിപാടിയായിരുന്നു മഹിളാമേള. ഇനിയും ഇങ്ങനെയുള്ള മഹിളാമേള പോലെയുള്ള സംരംഭങ്ങൾ നടത്താൻ ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 44 സ്റ്റാളുകളാണ് കാണിച്ചിരിക്കുന്നത്. ക്ലോത്ത് തുണികളുടെ സ്റ്റാള്, അതുപോലെ ബാഗുകള്, പുസ്തകങ്ങള്, ചെടികൾ, ധാരാളം ചെടികൾ. അതിനകത്ത് ചെടികൾ ഒരുപാട് വിൽപ്പനയുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ജാതി അതുപോലെ ഔഷധ സസ്യങ്ങളും എല്ലാം വിൽപ്പനയുണ്ടായിരുന്നു. പുസ്തകങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഫുഡ് സ്റ്റോളിൽ എല്ലാവരും സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം പല വിധത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു മഹിളാമേള വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. ഞങ്ങൾ എല്ലാവരുടെയും 1200 പേർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 9 വരെ തുടർന്ന പരിപാടിയിൽ 1200 പേർ പങ്കെടുത്തു. ഇങ്ങനെ ഒരു പരിപാടി ഒരു വിമൻസ് ഫോറം ചെയ്തിട്ടില്ലെന്ന് എൻ്റെ സുഹൃത്തുക്കൾ പലരും പറയുകയുണ്ടായി. പലരുടെയും പ്രശംസയ്ക്ക് പാത്രമായി. അങ്ങനെ മഹിളാമേള ഞങ്ങളുടെ പ്രസ്റ്റീജിയസ് പരിപാടിയായി ഞങ്ങളുടെ ഒരു കിരീടത്തിലെ പൊട്ടുകലായി എന്നും നിലനിൽക്കും വനിതാ ഫോറത്തിന്റെ ചരിത്രത്തിൽ. ഇതാണ് മഹിളാമേളയെ പറ്റി പറയാനുള്ളത്. പിന്നെ ഗ്രീൻ പ്രോട്ടോകോൾ സ്ട്രിക്റ്റായി ഫോളോ ചെയ്താണ് നമ്മൾ മഹിളാമേള സംഘടിപ്പിച്ചത്. ഫസ്റ്റ് എയ്ഡ് വരെ ഞങ്ങൾ കരുതിയിരുന്നു. അതുപോലെ മഹിളാമേള കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ എല്ലാം ക്ലീൻ ആക്കി. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും തോന്നുകയില്ല. അത്രയ്ക്ക് മനോഹരമാക്കിയാണ് മഹിളാമേള അവസാനിപ്പിച്ചത്. വിമൻസ് ഡേ സെലിബ്രേഷൻ സുപ്രസിദ്ധ കർണാടക സംഗീതജ്ഞയും പത്മശ്രീയും ലഭിച്ച ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചറാണ് വിമൻസ് ഡേ ഉദ്ഘാടനം ചെയ്തത്. SBIയുടെ ബാങ്കിംഗ് അഡ്വൈസറും ചാനൽ പ്രവർത്തകനും ചാനലിലെ സംവാദകനുമായ ആദികേശവൻ സാറാണ് മുഖ്യ പ്രഭാഷണം നടത്തിയത്. ഈയിടെ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് സിംഗറായി സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച KS ഹരിശങ്കറിന്റെ അമ്മയും ഓമനക്കുട്ടി ടീച്ചറിന്റെ മകളുമായ കമലാലക്ഷ്മിയുടെ ഒരു ഭജനയുണ്ടായിരുന്നു. ഇങ്ങനെ VIP-കളെ കൊണ്ട് സമ്പൂർണ്ണമായിരുന്നു നമ്മുടെ വാർഷികം. ഹാപ്പി ലാൻഡ് ട്രിപ്പ് സ്ത്രീകൾക്കും കുട്ടികൾക്കും സന്തോഷം നൽകുവാൻ ഞങ്ങൾ ഹാപ്പി ലാൻഡിലേക്ക് ഒരു യാത്ര നടത്തി. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകളും വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു. ശങ്കർ നഗറിലെ സ്ത്രീകളുടെ ഇടയിൽ ഐക്യവും സഹകരണവും സന്തോഷവും വളർത്താൻ ഹാപ്പി ലാൻഡ് ട്രിപ്പ് വളരെയധികം സഹായിച്ചു. സൂപ്പർ മാജിക് ഷോ NSS കോളേജിലെ റിട്ടയർഡ് ദമ്പതികളായ പ്രൊഫസർ ഹരിദാസ് സാറും ഡോക്ടർ രമ ഹരിദാസും പാട്ടും നൃത്തവും മാജിക്കും ഒക്കെ ചേർന്ന് നടത്തിയ സൂപ്പർ മാജിക് ഷോ ആയിരുന്നു. അവർക്ക് കിട്ടിയ സംഭാവനയെല്ലാം അവർ എപ്പോഴും ക്യാൻസർ ബാധിതർക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ഞങ്ങൾ ഒരു ചെറിയ സംഭാവന കൊടുത്തു. അവർക്ക് ക്യാൻസർ ബാധിതർക്ക് ഒരു കൈത്താങ്ങായി മാറി. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അതിനോടൊപ്പം മാജിക് ഷോയോടൊപ്പം നമ്മൾ ഒരു തട്ട് ദോശക്കടയിൽ നടത്തിയിരുന്നു. വിമൻസ് ഫോറത്തിന്റെ ധനശേഖരണാർത്ഥമാണ് തട്ടുദോശക്കട നടത്തിയത്. അതിലെ തട്ടുദോശ, ചമ്മന്തി, സാമ്പാറ്, രസവട, വാഴക്കാബജി, വാഴക്കാപ്പം എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ആൾക്കാരുടെ വിസിറ്റേഴ്സിന്റെ മനസ്സും വായും ഒക്കെ സന്തോഷം നൽകി. ബി സ്മാർട്ട്, ഈറ്റ് ഹെൽത്തി, എ ടോക്ക് ഷോ ഓൺ ഫുഡ് അഡപ്റ്റേഷൻ ആൻഡ് പ്രിസർവേഷൻ. അതായത് സായി നേത്ര ഫുഡ് അഡപ്റ്റേഷനെ പറ്റി മനോഹരമായ ഒരു ക്ലാസ് നടത്തി.
ഭക്ഷണത്തിൽ മായം ചേർക്കുന്നത് എങ്ങനെ ചേർത്തത് എങ്ങനെ കണ്ടുപിടിക്കാം, ഭക്ഷണത്തിലെ മായം ചേർക്കൽ എങ്ങനെ തടയാം, മായം ചേർത്ത ഭക്ഷണം കഴിച്ചാലുണ്ടാകുന്ന ദോഷങ്ങൾ ഇന്നെല്ലാം ഉദാഹരണ സഹിതം വിവരിച്ചു. ഭക്ഷണ സംസ്കരണത്തെ പറ്റി സാഹിത്യത്തെ സംസാരിച്ചു. സാഹിത്യത്തെ സർട്ടിഫൈഡ് ഫുഡ് സേഫ്റ്റി സൂപ്പർവൈസറും ഫുഡ് പ്രോസസിംഗ് ഗ്രാജുവേറ്റുമാണ്. മോർ ദാൻ ദാറ്റ്, ഞങ്ങളുടെ ശങ്കർനഗറിന്റെ ഓമനപുത്രിയായ സാഹിനേത്ര മിസ് യൂണിവേഴ്സിറ്റിയായി സെലക്ട് ചെയ്ത വ്യക്തിയാണ്. ഓണ സെലിബ്രേഷൻ ശങ്കർനഗർ അസോസിയേഷനുമായി ചേർന്ന് ഞങ്ങൾ 2000 സെപ്റ്റംബറിൽ ഓണാഘോഷം നടത്തി. അതായത് മഹാബലിയും പുലികളും ഒക്കെയുള്ള ഘോഷയാത്രയും അത്തപ്പൂക്കളവും ഓണക്കളികളും ഓണസദ്യയും ഓണ ക്വിസും എല്ലാമായി വളരെ ഓണാഘോഷം വളരെ ഗംഭീരമായിരുന്നു. ഞങ്ങളുടെ മനസ്സിൽ എന്നെന്നും ഒരു ഓർമ്മയായി ഈ ഓണാഘോഷം നിലനിൽക്കും. നവരാത്രി പൂജ സെലിബ്രേഷൻ. നവരാത്രിയോടനുബന്ധിച്ച് ശങ്കർനഗറിലെ എല്ലാ ആളുകളും, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പങ്കെടുത്ത ഒരു ഭക്തിസാന്ദ്രമായ പദം നടത്തി. ദാണ്ഡിയ രാസ. നോർത്ത് ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ സ്ത്രീകൾ നടത്തുന്ന ദാണ്ഡിയ രാസ നമ്മുടെ ശങ്കർനഗറിലെ സ്ത്രീകൾ ദീപാവലിയോടനുബന്ധിച്ച് വളരെ കളർഫുള്ളായ ഡ്രസ് ധരിച്ച് ചടുലമായ നൃത്തച്ചുവടുകളൊക്കെ വേഗത്തിലുള്ള പാട്ടുകളൊക്കെ മുൻതിരിച്ചുകൊണ്ട് പ്രായഭേദമന്യേ ശങ്കർനഗറിലെ സ്ത്രീകൾ നൃത്തം വെച്ചു. കണ്ണിനും കാതിനും മനസ്സിനും കുളിർന്നു. ദാണ്ഡിയ രാസ ഇനിയുള്ള വർഷങ്ങളിൽ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത്ര കളർഫുള്ളായിരുന്നു ഞങ്ങളുടെ ദാണ്ഡിയ രാസ. പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുത്തു. പ്രമേഹം അറിയേണ്ടതെല്ലാം. ഡയബറ്റിക് കവടിയാർ റഷീദ് ഡയബറ്റിക് സെന്ററിലെ ഡയറക്ടറായ സബീർ റഷീദ് പ്രമേഹം അറിയേണ്ടതെല്ലാം എന്ന ടോപ്പിക്കിനെ പറ്റി വിശദമായി സംസാരിച്ചു. പ്രമേഹം എങ്ങനെ ഉണ്ടാകുന്നു, ഉണ്ടായാൽ എങ്ങനെ കണ്ടുപിടിക്കാം, അതിനെ എങ്ങനെ ചികിത്സിക്കാം എന്ന് പ്രമേഹ രോഗികൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു സാറിൻ്റെ ടോക്ക്. നമ്മളുടെ എല്ലാ സംശയങ്ങളും അദ്ദേഹം പരിഹരിച്ചു തന്നു. അങ്ങനെ പ്രമേഹത്തെപ്പറ്റി വിശദമായി അറിയാൻ ശങ്കർനഗർ നിവാസികൾക്ക് ഒരവസരം നൽകാൻ സാധിച്ചതിൽ വിമൻസ് ഫോറത്തിലെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. ന്യൂ ഇയർ സ്പെഷ്യലായി, അതായത് പുതുവർഷത്തെ സ്വാഗതം ചെയ്യാനായി ഞങ്ങൾ പുതുവർഷവുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾക്കുള്ള അന്താക്ഷരി നടത്തി. അന്താക്ഷരി എല്ലാവരും സ്ത്രീകൾ ഗൃഹാതിരത്വം നടത്തുന്ന പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും പാടി അവസാനം കേക്ക് കട്ടിങ്ങോടുകൂടി ശുഭവർഷം നേർന്നുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു. അയ്യപ്പ ഭക്തി ഗാനങ്ങൾ കൊണ്ട് മണ്ഡലകാലം ഞങ്ങൾ ഭക്തിസാന്ദ്രമായി. ആത്മീയത ജനങ്ങളെ അടുപ്പിക്കുന്നുവെന്ന് ഈ അയ്യപ്പ ഭജനം തെളിയിച്ചു. സിറ്റി റൈഡ്. ശങ്കർനഗറിലെ വനിതകൾ KSRTC നടക്കുന്ന നഗരക്കാഴ്ച ഞങ്ങൾ ഡബിൾ ഡെക്കറിന്റെ 2ാമത്തെ നിലയിൽ കയറി ഇരുന്നു കൊണ്ട് ആലക്തിക പ്രഭയിൽ കൊളുത്തു നിൽക്കുന്ന അനന്തപുരിയുടെ സൗന്ദര്യം ആസ്വദിച്ചു. അനന്തപുരി മുഴുവൻ ചുറ്റിക്കറങ്ങി പാട്ടും നൃത്തവും ഡാൻസും അതുപോലെ കേക്ക് കട്ടിങ്ങുമായി ഞങ്ങൾ ലോക വനിതാ ദിനം ആഘോഷിച്ചു. മാർച്ച് 8-ാം തീയതി. അതിന്റെ വളരെയധികം എൻജോയ് ചെയ്തു. വളരെ മനോഹരമായി ലുലുമാൾ വരെ പോയി തിരിച്ചുകൊണ്ട് ഈ സ്പോർട്ടിന് ലുലുമാൾ വരെ പോയി 7 മണിക്ക്, അത് രാത്രി തന്നെ പോയതുകൊണ്ട് വളരെ കളർഫുള്ളായിട്ട് വൈദ്യുതപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന വിമൻസ് ഫോറത്തിൻ്റെ ആനിവേഴ്സറി സെലിബ്രേഷൻ നടത്തിയത് മുൻ ഇംഗ്ലണ്ട ചീഫ് കമ്മീഷണറായ മുൻ ഇംഗ്ലണ്ട ചീഫ് കമ്മീഷണറായ ഉഷായസ് നായർ IRS ആണ്. വളരെ പ്രസ്റ്റീജിയസ് പരിപാടിയായിട്ട് തോന്നി. ഇത്രയും വലിയൊരു വ്യക്തി നമ്മുടെ വിമൻസ് ഫോറത്തിൻ്റെ ആനിവേഴ്സറി ഉദ്ഘാടനം ചെയ്തത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അവർ വിജ്ഞാനപ്രദമായി പ്രസംഗം നടത്തി, ഒരു ഹിന്ദിപ്പാട്ട് പാടി. അതിനെ തുടർന്ന് സ്വരരാഗഗംഗ അവതരിപ്പിച്ച ഒരു മധുരമുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗാനമേള ഉണ്ടായിരുന്നു. സംഗീത സാന്ദ്രമായ ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല.
ശരി, ഓക്കെ. പ്രിവെൻഷൻ ഡ്രഗ് അബ്യൂസ്, ഡ്രഗിന്റെ ദുരുപയോഗം തടയുക എന്ന ലക്ഷ്യത്തെ ലാക്കാക്കിയ സഞ്ജീവ് കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ, വിജ്ഞാനപ്രദമായ ഒരു ടോക്ക് നടത്തി. അതായത് നമ്മൾ സമൂഹത്തിൽ ആ ശല്യം വരാതെ ശ്രദ്ധിക്കണം. അത് പടിവാതിൽ എത്തിക്കഴിഞ്ഞാൽ ആ ശല്യത്തെ ദൂരെ പായിക്കണം. അധ്യാപകരും സുഹൃത്തുക്കളും രക്ഷകർത്താക്കളും എല്ലാം കുട്ടികളെ ഡ്രഗ്സിന്റെ ദുരുപയോഗത്തിൽ നിന്ന് സംരക്ഷിക്കണം എന്നൊക്കെ അദ്ദേഹം ഊന്നി പറഞ്ഞു. ഞങ്ങളുടെ എല്ലാവരുടെയും ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു ടോക്കായിരുന്നു. കുറെ സംഘടനകളിലെ മുതിർന്നവർ മാത്രമല്ല, കുറെ കുട്ടികളും അതിൽ പങ്കെടുത്തു. അത് ഞങ്ങൾക്ക് അഭിമാനിക്കാം. ഫേസിംഗ് ലൈഫ് വിത്ത് എ സ്മൈൽ, MG കോളേജ് മുൻ പ്രിൻസിപ്പലും സൈക്കോളജിസ്റ്റും AAR-ലെയും TV-ലെയും റിസോഴ്സ് പേഴ്സണുമായ ഡോക്ടർ നില നായർ ഫേസിംഗ് ലൈഫ് വിത്ത് എ സ്മൈൽ എന്ന ടോപ്പിക്ക് വളരെ തന്മയത്വമായി ബന്ധപൂർണമായി അവതരിപ്പിച്ചു. തന്റെ ജീവിതം ഉദാഹരണമാക്കിക്കൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ പുഞ്ചിരിയോടെ നേരിടാം എന്ന് മൃദുല നായർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. മൃദുല നായർക്ക് ഒരു സമ്മാനം, ഞങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകിയ മൃദുല നായർക്ക് ഒരു ഗിഫ്റ്റ് നൽകാനും ഞങ്ങൾ പഠിച്ചില്ല. എപ്പോഴും വളരെയധികം ദുഃഖങ്ങളുണ്ടെങ്കിലും ആ മുഖത്ത് എപ്പോഴും കാണുന്ന സ്മൈൽ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഫയർ സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ, ഫയർ ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ, LPG സുരക്ഷ, ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷ, യുദ്ധകാലത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ് എന്നിവയെ പറ്റി ശരത് ശാലിൻ, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ശരത് ശാലിൻ ഒരു നല്ല ക്ലാസ് നടത്തി. ഇപ്പൊ ഗ്യാസ് തീ പിടിച്ചാൽ എങ്ങനെ കെടുത്താമെന്ന് അദ്ദേഹം ഡെമോൺസ്ട്രേഷൻ സഹിതം കാണിച്ചു തന്നു. അതുപോലെ എല്ലാ വീട്ടിലും ഒരു ചെറിയ ഫയർ എക്സ്റ്റിംഗ്വിഷർ സൂക്ഷിച്ചു വെക്കണമെന്ന് കാണിക്കുകയും അതിൻ്റെ ഉപയോഗവും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. വളരെ വിജ്ഞാനപ്രദമായിരുന്നു അദ്ദേഹത്തിൻ്റെ ടോക്ക്. ശരത് ശാലിൻ്റെ ടോക്ക് വളരെയധികം വിജ്ഞാനപ്രദമായിരുന്നു. ഇനി വീട്ടമ്മമാർ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കും. അഗസ്ത്യം ഫൗണ്ടേഷൻ ശങ്കർ നഗറിലെ വനിതകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു ടീം അഗസ്ത്യം ഫൗണ്ടേഷൻ കളരി ട്രെയിനിങ് സെന്ററിലേക്ക് പോയി. കളരി മുറകളെ പറ്റിയും കളരി ദൈവങ്ങളെ പറ്റിയും കളരി ആയുധങ്ങളെ പറ്റിയും മഹേഷ് ഗുരുക്കൾ നടത്തിയ സംഭാഷണം എല്ലാവരും ആസ്വദിച്ചു. ഞങ്ങളുടെ വെജിറ്റബിൾ കൾട്ടിവേഷൻ കോൺസെപ്റ്റ്, വീട്ടിൽ പച്ചക്കറി കൃഷി എങ്ങനെ നടത്താമെന്ന് ഡോക്ടർ വിശ്വേശ്വരൻ, അഗ്രികൾച്ചർ കോളേജിലെ പ്രൊഫസറായ ഡോക്ടർ വിശ്വേശ്വരൻ വിജ്ഞാനപ്രദമായ ഒരു ക്ലാസ് എടുത്തു. ലളിതമായ രീതിയിൽ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യുകയും അത് നമ്മുടെ അയൽക്കാർക്ക് സുഹൃത്തുക്കൾക്ക് കൊടുത്ത് സൗഹൃദം വളർത്തുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം നമുക്ക് ഗ്രോ ബാഗ് തന്നു. അതുപോലെ വൃക്ഷത്തൈകൾ, ചെടിത്തൈകൾ, വഴുതനയുടെയും ചീരയുടെയും ഒക്കെ തൈകളും ചീര വിത്തുകളും വെണ്ടയുടെയും പയറുകളുടെയും ഒക്കെ വിത്തുകളും ഒക്കെ തന്നു. അങ്ങനെ ഞങ്ങളിൽ പലരും വീട്ടിൽ അദ്ദേഹം തന്നെ വിത്തുകൾ ചോദിച്ച് കൃഷി ചെയ്ത് ചെടി പല കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ശക്തി, ഫിയർലെസ് ഫെമിനിൻ, ഫയറിന്റെ സ്ത്രീകളെ പ്രതിസന്ധികളെ നേരിടാൻ പ്രാപ്തരാക്കാൻ അഗസ്ത്യൻ കളരിയിലെ മഹേഷ് ഗുരുക്കളുടെ ടോക്ക് വളരെയധികം സഹായിച്ചു. അത് മാത്രമല്ല, എന്തെങ്കിലും അക്രമങ്ങൾ ഉണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് മഹേഷ് ഗുരുക്കളും അദ്ദേഹത്തിന്റെ ശിഷ്യരും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ശങ്കർ നഗറിലെ സ്ത്രീകളെയും കുട്ടികളെയും അറിയിച്ചു. വളരെ പ്രയോജനകരമായ ഒരു ക്ലാസ് ആയിരുന്നു ഫിയർലെസ് ഫെമിനിൻ, ശക്തി, ഫിയർലെസ് ഫെമിനിൻ. വെളിയിലുള്ള ധാരാളം സ്ത്രീകൾ പോലും ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നത് ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ക്യാൻസർ അവയർനെസ്, രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലെ ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമിലെ സയന്റിസ്റ്റും ഡീനുമായ ഡോക്ടർ ആശാ നായർ ക്യാൻസർ അവയർനെസ്സിനെ പറ്റി ഒരു ക്ലാസ് നടത്തി. ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നു, ക്യാൻസർ വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, വരികയാണെങ്കിൽ എങ്ങനെ നേരിടണം, എങ്ങനെ അതിജീവിക്കണം എന്നൊക്കെ വിശദമായി ക്ലാസ് എടുത്തു. വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി.
വളരെ ഞങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾ നിവർത്തി. ഹ്യൂമൻ ബയോളജിയിൽ ആണ് അമേരിക്കയിൽ നിന്ന് ഡോക്ടർ ആശ നായർ PhD എടുത്തത്. ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം മൂലം ക്യാൻസറിനെ പറ്റിയുള്ള അകാരണ ഭയം ഇല്ലാതാക്കാനും വളരെയധികം ജീവിതത്തിൽ വളരെയധികം ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാവരിലും വളരെയധികം ശ്രദ്ധിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇത്തവണത്തെ ഓണ സെലിബ്രേഷൻ വളരെ അതിഗംഭീരമായിരുന്നു. മഹാബലിയും വാമനനും ഉണ്ണികൃഷ്ണനും